കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഐശ്വര്യയെ കണ്ട് തിരിച്ച് കാറിൽ വീട്ടിലേക്കുള്ള യാത്രയിൽ ഐശ്വര്യയുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ആരാണെന്ന് ചോദിച്ചില്ലെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അത് ബെസ്റ്റിയാണെന്നാ പറഞ്ഞതെന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ എല്ലാവരും ഞെട്ടുന്നുണ്ട്. സുധീഷും വണ്ടി സൈഡൊതുക്കി നിർത്തിയിട്ട് ബെസ്റ്റിയോ എന്ന് ചോദിക്കുമ്പോൾ എന്താടാ എന്ന് സുഭാഷും. ബെസ്റ്റി എന്നാണോ പറഞ്ഞേ എന്ന് സുധീഷ് വീണ്ടും അമ്പരപ്പടെ ചോദിക്കുമ്പോൾ അതെ ബെസ്റ്റി എന്നാ പറഞ്ഞേ. അവനാ എന്നോട് കൂടുതൽ സംസാരിച്ചത്. അതാരെന്നറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ചോദിച്ചത്. അപ്പോഴാ ബെസ്റ്റി എന്ന് പറഞ്ഞത്. ഈ ബെസ്റ്റി എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കുമ്പോൾ ഏട്ടാ ഈ ഫ്രണ്ടിന്റെയും ബോയ് ഫ്രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഒരു കാറ്റഗറിയാ എന്ന് സുധീഷ് പറയുന്നത് മനസ്സിലാവാതെ എന്ന് സുഭാഷ് വീണ്ടും സംശയത്തോടെ ചോദിക്കുക. എന്ന് വെച്ചാ സുഭാഷ് ഏട്ട ശരിക്കും ഒരു പാവാ, അത് വിട്ടേക്കെന്ന് സുധീഷും. എന്താടാ നികേഷ് എന്ന് സുഭാഷ് നികേഷിനോടായി ചോദിക്കുമ്പോൾ അത് ഈ വളരെ അടുത്ത ഫ്രണ്ടാ അത് തന്നെ എന്ന് നികേഷ് പറയുമ്പോൾ ഓ വളരെ അടുത്ത ഫ്രണ്ടോ എന്ന് ചോദിച്ച് സുഭാഷ് ആലോചനയോടെ ഇരിപ്പാ. നിധി അപ്പോഴേക്കും മൊബൈലിൽ നോക്കിക്കൊണ്ട് നികേഷേ ആ കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നോക്കിക്കേന്ന് പറയുമ്പോൾ നികേഷ് അതെടുത്ത് നോക്കുന്ന കണ്ട് എന്താടാ എന്ന് മുൻസീറ്റിലിരിക്കുന്ന സുധീഷും ചോദിക്കുന്നുണ്ട്. സുധീഷ് ഏട്ടൻ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നികേഷ് ആ മൊബൈൽ അവന്റെ കയ്യിലേക്ക് കൊടുക്കുക. സുധീഷ് അതിലെ ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ട് അമ്പരപ്പോടെ ഇരിക്കുമ്പോഴേക്കും എന്താ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. പറയില്ലേന്ന് നിധിയും പുറകിന്ന് ആംഗ്യം കാണിക്കുമ്പോഴേക്കും ഫോൺ തരുന്നു പറഞ്ഞ നികേഷും തന്റെ ഫോൺ വാങ്ങിക്കുക. മാട്രിമോണിയലിൽ കണ്ട പോലെയല്ല കുട്ടിയെന്ന് തോന്നുന്നു എന്ന് നിധി പറയുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. മറുപടിയൊന്നും പറയാതെ സുഭാഷ് ഏട്ടനോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നേ വരെ ഒരു കുട്ടിയെയും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷേ എന്ന് സുഭാഷ് പറയുമ്പോൾ അതിനൊരു അവസരം ആരും തന്നിട്ടില്ലല്ലോ, അതിനു മുമ്പേ അവർക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് സുധീഷും. അത് കേൾക്കെ എന്ത് സുധീഷ് ഇത് സുഭാഷ് ഏട്ടൻ എന്താ പറയുന്നെന്ന് നോക്ക് എന്നവനെ വഴക്കു പറഞ്ഞ് സുഭാഷിനോട് പറയാനായി പറയുന്നുണ്ട് നിധി. അതെ ഒരു കുട്ടിയെ ഇഷ്ടമായില്ലെന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് എന്റെ വിചാരം. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തില് എന്ന് സുഭാഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ എന്ന് നികേഷും. അതല്ലടാ ആ കുട്ടി പറയുന്നത് എന്തൊക്കെയാണ് ഷോപ്പിംഗ്, ട്രിപ്പ്, ഫ്രണ്ട്സ്, ചിൽ പാർട്ടി, ഇതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതെനിക്ക് വേണ്ടെന്ന് തോന്നുന്നടാ എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ വേണ്ടെങ്കിൽ വേണ്ട സുഭാഷ് ഏട്ടാ അതിനെന്താന്ന് നിധിയും. അതെ നമുക്കത് വിട്ടേക്കാമെന്നേ എന്ന് സുധീഷും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം കേട്ടോണ്ടിരുന്ന നികേഷും ചിരിയോടെ ഹോ ഇപ്പോഴാ എനിക്കൊരു ആശ്വാസമായത് സുധീഷേട്ടാ ഇനി വണ്ടി വിട്ടെ എന്ന് പറയുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ വണ്ടി എടുക്കുക. പിന്നീട് രാത്രിയാകുമ്പോൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഭാഷിനെ സഹായിക്കാനായി തേങ്ങ ചിരവി കൊടുത്തോണ്ടിരിക്കുകയാണ് നിധി. ഇടയ്ക്കിടെ അവൾ ചുമയ്ക്കുന്നുമുണ്ട്. അത് കാണേ മോൾ ഇനി ഇവിടെ നിൽക്കണ്ട അത് മതി പൊയ്ക്കോ എന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അവൾ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുക. മതി മോളെ അതവിടെ വെച്ചേക്ക് പോയി റെസ്റ്റ് എടുത്തോ എന്ന് സുഭാഷ് പറയുമ്പോൾ ഇത്രയും മതിയോ എന്ന് തേങ്ങ നോക്കിക്കൊണ്ട് നിധി ചോദിക്കുക. ധാരാളം നീ ചെല്ലെന്ന് സുഭാഷ് പറയുമ്പോൾ നിധിയും അടുക്കളയിൽ നിന്ന് പോവുകയാണ്. അവൾ ചെല്ലുന്നത് ഡൈനിങ് ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സുധീഷിന്റെയും ഹരീഷിന്റെയും നികേഷിന്റെയും അടുത്തേക്കാ. ഭയങ്കര തമാശയാണെന്ന് തോന്നുന്നല്ലോ എന്നവൾ ചോദിക്കുമ്പോൾ അതെല്ലായിടത്തി ബെസ്റ്റി എന്ന് എന്താന്ന് ഹരീഷേട്ടനും അറിയില്ലെന്ന് അതെന്താണെന്ന് ചോദിക്കുമായിരുന്നു. പ്രായം കുറവാണെങ്കിലും ഈ കാലത്തെ ട്രെൻഡൊന്നും ഹരീഷേട്ടന് വലിയ പിടിയില്ലെന്നേ. അതൊക്കെ നമ്മുടെ സുധീഷേട്ടൻ അറിയാത്ത ഉടായിപ്പൊന്നുമില്ല. എന്തായാലും ചോദിച്ചതല്ലേ പറഞ്ഞു കൊടുത്തേക്കെന്ന് സുധീഷിനോടായി നികേഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ഹരീഷിനോടായി അതൊന്നുമില്ലടാ ഈ ബോയ് ഫ്രണ്ടിനും ഇടയിലുള്ളൊരു സ്പേസ് അതാണ് ഈ ബെസ്റ്റി. ഫ്രണ്ടിനേക്കാൾ കുറെ മുകളിലും എന്നാ ബോയ് ഫ്രണ്ടിനേക്കാൾ കുറച്ച് താഴെയും. മനസ്സിലായോ? അതായത് ചില നേരങ്ങളിൽ ഫ്രണ്ടായും മറ്റു ചില നേരങ്ങളിൽ ബെസ്റ്റ് ഫ്രണ്ടായും ബെസ്റ്റികൾ പെരുമാറാറുണ്ട്. എടാ കറക്റ്റ് അല്ലേടാ നികേഷ് എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് നികേഷും. അതായത് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ നികേഷ് ഹരീഷിന്റെ അടിയിലേക്ക് വന്നിരുന്ന് ഈ ബെസ്റ്റി ചിലപ്പോ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളായി മാറും. ശരിക്കും ഒരു വൈറസിനെ പോലെ. ഏതെങ്കിലും ഒരു പെണ്ണും ആണും തമ്മിൽ കമ്മിറ്റഡ് ആണെന്ന് വിചാരിക്കെ അവൾക്കൊരു ബെസ്റ്റി ഉണ്ടെങ്കിൽ അവനായിരിക്കും അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാര. ആ ചെറുക്കനെ അവളിൽ നിന്നും തുരത്തുന്നവരെ ബെസ്റ്റി വൈറസ് ആക്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ചില ബെസ്റ്റികൾ അങ്ങനെയല്ല. അവരാ വാക്ക് സൂചിപ്പിക്കും പോലെ നല്ല സ്നേഹിതരായിരിക്കും. അവളുടെ ജീവിതത്തിലെ എല്ലാം അറിഞ്ഞ് അവസാനം വരെ കൂടെയുണ്ടാവും എന്ന് നികേഷ് പറയുമ്പോൾ അതെയോ പക്ഷേ അതത്ര ശരിയല്ലല്ലോ. കല്യാണം കഴിഞ്ഞ അവർക്കിടയിലുള്ള ഒരു കാര്യം വേറൊരാൾ അറിയണത് എന്തിനാ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അതാണ് ഹരീഷ് ഏട്ടൻ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയാൻ കാരണമെന്ന് നികേഷും. എന്റെ ഹരീഷ് ഏട്ടാ ഇന്ന് അങ്ങനെയല്ല. ഈ ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പിലെ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ ഓഹോ അപ്പോ നീയാണല്ലേ മാസ്റ്റർ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ മൈക്ക് കൈമാറണോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് നിൽക്കായിരുന്ന നിധിയും വേണ്ട കണ്ടിന്യൂ എന്ന് പറയുമ്പോഴേക്കും നികേഷ് വീണ്ടും ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ഒരാളെ വൈബ് ചെക്ക് ചെയ്ത് റിസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോ വേറൊരാളെ സ്റ്റാൻഡ് ബൈ ആയി നിർത്തി. അഥവാ ഇവളോ അവനോ പോയാലും മറ്റേയാളെ ലൈവ് ആക്കി കൂടെ നിർത്തുന്ന പെഞ്ചിങ് ഉണ്ട്. ഒരേ സമയം പല ആളുകളെയും റെസ്റ്റ് എടുക്കുന്ന കുഷ്യനിങ്ങും ഉണ്ട്. ഒരു പ്രത്യേക സമയത്ത് മാത്രം ഒരാളുമായി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻഷിപ്പും ഉണ്ട്. പിന്നെ ഗ്യാസ് ലൈറ്റിംഗ്, ബ്രെഡ് കമ്പിങ്, ലവ് ബോംബിങ്, പോക്കറ്റിംഗ്,
കാസ്റ്റിംഗ് ഹോ, അങ്ങനെ ഓരോ ദിവസവും വളർന്നു വലുതാവുന്ന ഒരു വലിയ ലോകമാണ് ജെൻസി ലോകം. ഞാൻ സത്യത്തിൽ അതിനു മുമ്പിൽ പകച്ചു പതറി നിൽക്കുന്ന ഒരു പാവം പയ്യൻ മാത്രമാണ് കേട്ടോ എന്ന് നികേഷ് പറയുമ്പോ, ഓയ്യോടാ എടാ, നീ മാത്രമല്ല, ഞാനും ജെൻസി ജനറേഷൻ തന്നെയാ എന്ന് സുധീഷും. എങ്ങനെയെന്ന് നികേഷ് ചോദിക്കുമ്പോൾ 97 ജനിച്ച ശേഷമുള്ള എല്ലാവരും ജെൻസി തന്നെയാണ് അല്ലേ എന്ന് സുധീഷ് ഹരീഷിനോടായി ചോദിക്കുക. പക്ഷേ സുധീഷ് ഏട്ടൻ 95 ആയി പോയില്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, അതെന്തായാലും 2 വർഷമല്ലേ, അത് സീനിയർ കാറ്റഗറിയിൽ പെട്ടോളുമെന്ന് സുധീഷും. യു ആർ മില്യണയർ, ഞങ്ങൾ 3 പേരും ജെൻസികൾ, ഞങ്ങളുടെ പൊതുവായ ഗുണം എന്താണെന്നറിയാമോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, എന്തുവായെന്ന് സുധീഷും. ഞങ്ങൾ നിങ്ങളെപ്പോലെ കള്ളം പറയില്ല, അത് തന്നെയെന്ന് നികേഷും. പക്ഷേ കേട്ടിടത്തോളം സുഭാഷ് ഏട്ടനോട് അങ്ങനെ ഒരു കുട്ടി വേണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ, അതെ അത് കറക്റ്റാ, സുഭാഷ് ഏട്ടനുള്ളയാള് എവിടെയോ ഉണ്ടെന്ന് നിധിയും. ആ സമയത്താണ് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഭാഷിന്റെ അരികിലേക്ക് സുനന്ദ എത്തുന്നത്. അടുക്കളവാതിൽ വഴി വന്ന അവൾ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോഴേക്കും സുഭാഷും അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുക. ആ ശബ്ദം കേട്ട് അങ്ങോട്ടെത്തുന്ന സുധീഷും, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്ന് അവളോട് ചോദിക്കുക. അതെ, എന്തിനാടി ഇങ്ങോട്ട് വന്നേന്ന് ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഹരീഷേ വേണ്ട, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ഞാൻ നോക്കിക്കോളാം, ചെല്ലെന്ന് പറഞ്ഞേ നിധി അവരെ 3 പേരെയും അവിടെ നിന്ന് പറഞ്ഞയക്കുക. സുഭാഷും ദേഷ്യത്തോടെ സുനന്ദയോടായി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുമ്പോ, സുഭാഷ് ഏട്ടനും എന്നോട് അങ്ങനെയാണോ ചോദിക്കുന്നേ എന്ന് സങ്കടത്തോടെ സുനന്ദ ചോദിക്കുന്നുണ്ട്. അന്ന് നീ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സംഭവം നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നതും എന്നെ തല്ലിയതും പോലീസ് കേസ് ആയതുമൊക്കെ. എന്റെ കാര്യം പോട്ടെ, ഒന്നും അറിയാത്ത എന്റെ അനിയന്മാരെ വരെ സ്റ്റേഷനിൽ കയറ്റിയില്ലേ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ഹാളിലിരുന്ന സുധീഷും, സുഭാഷ് ഏട്ടാ ദേ ആദ്യം ഇവള് വരും, പിന്നാലെ അവളുടെ അച്ഛനും അമ്മയും അമ്മാവനും വന്ന് സീനാക്കും, ഇറങ്ങി പോവാൻ പറ, കാണുമ്പോഴേ കലി വരിക എന്ന് ദേഷ്യത്തോടെ പറയുന്നു. സുനന്ദയും കരച്ചിലോടെ, വീട്ടിൽ ആരുമില്ല, അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുക, അച്ഛമ്മ മാത്രമേ ഉള്ളൂ എന്ന് സുനന്ദ പറയുമ്പോഴേക്കും സൈക്കിളിൽ പാട്ടും പാടിക്കൊണ്ട് അവരുടെ അച്ഛനും അങ്ങോട്ടെത്തുന്നുണ്ട്. ആരുമില്ലാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്താണെന്നറിയില്ല, എനിക്ക് സുഭാഷ് ഏട്ടനെ കാണണമെന്ന് തോന്നി, മിണ്ടണമെന്ന് തോന്നി, അതാ ഞാൻ ഇവിടേക്ക് വന്നതെന്ന് സുനന്ദ പറയുമ്പോഴേക്കും ഭാസ്കരനും പാട്ടും പാടിക്കൊണ്ട് ഉമ്മറത്തേക്ക് കയറുകയാ. ഇത് ശരിയാവില്ല സുനന്ദേ, നീ വന്നത് നിന്റെ വീട്ടുകാരറിഞ്ഞ അത് വലിയ പ്രശ്നമാവും, അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവും, നീ പോവാൻ നിൽക്കുന്ന സുഭാഷ് പറയുമ്പോഴേക്കും ഹോളിലേക്ക് എത്തിയ അച്ഛനും സുനന്ദയെ കണ്ട് ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് ചെന്ന്, പേട്ട് കഴുതേ എന്താടി നിന്റെ തള്ള ആ പൂതന പറഞ്ഞു വിട്ടതാണോ? നീ മുമ്പേ ചെല്ല്, പിന്നാലെ വന്ന് ഞങ്ങളങ്ങ് നൈസായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കോളാന്ന്, നല്ല തല്ല് കിട്ടിയാലേ പഠിക്കൂ. എടി നിന്റെ അമ്മ ആ പൂതനയും അച്ഛൻ ഗഡൽ കൊച്ചനും അമ്മാവൻ ശകടാസുരനും ഈ വീടുമായി ഒരു ബന്ധവുമില്ലെന്ന് തീരുമാനിച്ചവരാ. ഞാനും അങ്ങനെ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് നീ മാത്രം സ്നേഹവുമായി ഇങ്ങോട്ട് വരണ്ട, കേട്ടല്ലോ. അന്ന് എല്ലാവരെയും സ്റ്റേഷനകത്ത് കയറ്റിയപ്പോ നീ വീട്ടിനകത്ത് കയറി കുത്തിയിരിക്കില്ലായിരുന്നു. ഞാനാണ് ആദ്യം ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ നിന്റെ കാലിൽ വീണ് അപേക്ഷിക്കണമായിരുന്നോ ഞങ്ങള്? എന്ത് ധൈര്യത്തിലടി നീ ഇങ്ങോട്ട് കയറി വന്നത്? ആദ്യമായി നിന്നെ കാണുമ്പോ എനിക്കൊരു പാവമാണല്ലോ എന്ന് തോന്നിയിരുന്നു. ഇപ്പൊ എനിക്ക് സംശയമുണ്ട്, നിന്നെ വെച്ച് ആ ശകടാസുരനും പൂതനയും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കാണോന്ന്. നീ അവരുടെ ഒരു പിടിയാളാവുന്നു അല്ലടി എന്ന് ഭാസ്കരൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും, അല്ല ഭാസ്കരൻ മാമ എന്ന് കരച്ചിലോടെ സുനന്ദയും. ഒരു ഭാസ്കരൻ മാമ, ഇനി മാമനും കൂമനും ഒന്നുമില്ല, ഇറങ്ങടി പുറത്തിറങ്ങാനാ നിന്റെ അടുത്ത് പറഞ്ഞത്. ഇനി ഒരു തവണ കൂടി നീ ഈ വീട്ടിൽ കയറി വന്നാലുണ്ടല്ലോ, നിന്റെ അച്ഛനും അമ്മാവനും ഒക്കെ എന്നെ പറ്റി പറഞ്ഞു നടക്കുന്ന സ്ഥിരം പല്ലവിയുണ്ടല്ലോ, അത് നീ നേരിട്ട് കാണും എന്ന് ഭാസ്കരൻ വീണ്ടും വഴക്ക് പറയുമ്പോഴേക്കും, അച്ഛ മതി എന്ന് സുഭാഷും പറയുന്നുണ്ട്. അച്ഛനും സുഭാഷിനോടായി, ഡാ നിർത്തടാ, നിന്നെ നന്നാക്കാനല്ലടാ ഇല്ലാതാക്കാനാ ഇവളുടെ വരവെന്ന് അച്ഛൻ പറയുന്നത് കേൾക്കെ നിധിയും അങ്ങോട്ട് വന്ന്, അച്ഛ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയുമ്പോഴേക്കും, ആദ്യം ഇവളോട് ഇറങ്ങി പോവാൻ പറ, നേരെ മിരുട്ടിയ ഒളിച്ചും പാത്തും വന്നോളും, എന്റെ വൈന്ന് കെട്ടതെന്തെങ്കിലും കേൾക്കുന്നതിന് മുന്നേ ഇറങ്ങിപ്പോടി എന്ന് ഭാസ്കരൻ പറഞ്ഞിട്ടും സുനന്ദ അവിടെ തന്നെ നിൽക്കണ കണ്ട്, നിന്നോടല്ലടി പറഞ്ഞേ എന്ന് ഭാസ്കരൻ വീണ്ടും ഒച്ചയെടുക്കുമ്പോഴേക്കും സുനന്ദയും അവിടെ നിന്ന് ഓടിപ്പോവുകയാ. പിന്നീട് ആ രാത്രിയിൽ നിധിയും സുധീഷും സംസാരിക്കാനായി കാറിൽ ഒരിടത്തെത്തുന്നതാണ് കാണിക്കുന്നത്. കാറിൽ ചാരിയും മിണ്ടാതെ നിൽക്കുന്ന നിധിയോടായി, ഹലോ, സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടെ ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ എങ്ങനെയാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, ഒന്നുമില്ല, ഞാൻ സുനന്ദ വന്നുപോയ കാര്യം ആലോചിക്കുകയായിരുന്നു എന്ന് നിധിയും. അവൾക്ക് വേണ്ടി എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഇത് പറയാനാണോ എന്നെയും കൊണ്ട് പുറത്തേക്ക് വന്നത്? ഇയാൾ അത് വിട്ടേക്ക്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചിരിയോടെ സുധീഷ് പറയുമ്പോ, ഒരു കാര്യം ചെയ്താലോ? ആരും അറിയാതെ സുനന്ദയുടെയും സുഭാഷേട്ടന്റെയും കല്യാണം നടത്തിയാലോ എന്ന് നിധി ചോദിക്കുക. അത് കേൾക്കെ ഒരു പൊട്ടിച്ചിരിയോടെ, എടോ ഇയാൾക്ക് ഇത് എന്താ പറ്റിയേ? കല്യാണം നടത്തിയാലോ എന്ന് ഇത്ര നിസ്സാരമായിട്ടോ ചോദിക്കുന്നേ? അതൊക്കെ ഇത്ര ചെറിയ കാര്യമായിട്ടാണോ വിചാരിച്ചേക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, അങ്ങനെയല്ലേ, കല്യാണം കഴിക്കുന്നവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അത് പോരെ എന്ന് നിധിയും. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്, ഞാൻ സുനന്ദയെ എങ്ങനെയെങ്കിലും അമ്പലത്തിൽ എത്തിച്ചോളാം, അവിടെ വെച്ച് നമുക്ക് കല്യാണം നടത്താം, എന്തു പറയുന്നു എന്ന് നിധി ചോദിക്കുമ്പോ, നിധി ഈ നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഇയാൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സുനന്ദ അതിന് തയ്യാറാവില്ലെന്ന് അറിഞ്ഞൂടെ, പിന്നെ
പിന്നെ എന്തിനാ വെറുതെ എന്ന് സുധീഷും. അങ്ങനെയല്ല സുധീഷേ, എന്ത് പ്രശ്നമുണ്ടായാലും സുനന്ദ വീണ്ടും വീണ്ടും സുഭാഷേട്ടനെ തേടി വരുന്നത് കണ്ടില്ലേ? എനിക്ക് അവളെ കാണുമ്പോഴേ സങ്കടം തോന്നുക. ഞാനും അങ്ങനെയായിരുന്നു. കല്യാണം വേണ്ടാന്ന് എത്ര തവണയാ വീട്ടിൽ പറഞ്ഞത്. അന്ന് ആരും അത് കേട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി, പിന്നെന്താ പ്രശ്നമായെന്നായിരുന്നു അവര് ചോദിച്ചത്. ആ അവസ്ഥയൊന്നും മറികടക്കാൻ ഞാൻ പട്ടപാട് എനിക്കറിയാമെന്ന് നിധി പറയുമ്പോ, നിധി ഞാൻ വീണ്ടും പറയാ, ആ കല്യാണം വേണ്ടാന്നുറപ്പിക്കാനുള്ള ധൈര്യം നിധിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാ പുറത്തിറങ്ങി പോവാനുള്ള തീരുമാനമെടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ സുനന്ദയ്ക്ക് അതില്ല, അവൾക്ക് കഴിയില്ലെന്ന് സുധീഷും. അന്ന് ഞാനും അങ്ങനെയൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. ഇയാള് ധൈര്യം തന്നോണ്ടല്ലേ അത് സാധിച്ചത്. തിരുവനന്തപുരത്തേക്ക് പോവാം, അവിടെ ചെന്നൊരു ജോലി നോക്കാമെന്നൊക്കെയുള്ള പ്രതീക്ഷ നിങ്ങൾ എനിക്ക് തന്നിരുന്നു. പക്ഷേ അങ്ങനൊരു ഹോപ്പ് കൊടുക്കാൻ സുനന്ദയ്ക്ക് ആരുമില്ല. ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കേണ്ടി വന്ന അവളുടെ ജീവിതം കൂടി കഷ്ടത്തിലാവും. എന്റെ ഒരു കൂട്ടുകാരിയെ വീട്ടുകാരങ്ങനെ കല്യാണം കഴിപ്പിച്ചിട്ട് 2 മാസം തികച്ചവൾ അവിടെ കഴിഞ്ഞില്ല. ഇൻ കേസ് സുനന്ദയുടെ ജീവിതം അങ്ങനെയായാലോന്ന് നിധി ചോദിക്കുമ്പോ, അത് അവരുടെ മാത്രം പ്രശ്നമല്ലേ, അതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സുധീഷ്. സുനന്ദ ഇന്ന് വന്നതോർത്തിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെങ്കിലേ അതങ്ങ് വിട്ടേക്ക്. അവളിത് കാലങ്ങളായിട്ട് ചെയ്യുന്നതാ. കല്യാണം കഴിഞ്ഞ അവള് പിന്നെ ഈ ഭാഗത്തേക്കേ വരാൻ പോകുന്നില്ല. വെറുതെ ഇയാൾ ഇതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട, അത് വിട്ടേക്കെന്ന് സുധീഷും. ഒരിക്കൽ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത സുധീഷ് അങ്ങനെ പറയരുത് എന്ന് നിധി പറയുമ്പോ, നിധി അങ്ങനൊരു സഹായം താൻ വന്ന് എന്റെ അടുത്ത് ചോദിച്ചതാ. പക്ഷെ സുനന്ദയ്ക്കെന്ന് സുധീഷ് പറയുമ്പോൾ സുനന്ദയ്ക്ക് അത് ചോദിക്കാനുള്ള ധൈര്യമില്ലാത്തോണ്ടാ. സത്യത്തിൽ നമ്മൾ ആരെങ്കിലും സഹായിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ എന്താ വേണ്ടതെന്നറിയാതെ അവളുടെ ജീവിതം ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് നിധിയും പറയുന്നുണ്ട്. നിധി അറിയാലോ, ഞാൻ പ്രേമത്തിനെതിരൊന്നുമല്ല. പക്ഷെ റിസ്ക് എടുക്കാൻ പെൺകുട്ടി തയ്യാറാവുന്നില്ലെങ്കിൽ അവളെ തൂക്കിയെടുത്തു കൊണ്ടുവന്ന് കല്യാണം നടത്താനൊന്നും പറ്റില്ല. ഇനിയിപ്പോ അങ്ങനെ ചെയ്താൽ തന്നെ അമ്മാതിരി സാഹസത്തിനൊന്നും സുഭാഷേട്ടൻ തയ്യാറാവില്ല എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കുമ്പോ, അങ്ങനെയല്ല, നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് നിധിയും. ഇയാൾ അങ്ങനെ ആലോചിച്ചതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സഹായം ചെയ്യാൻ വേണ്ടി ഇയാൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് തെറ്റായ ആളുകളെയാ. രണ്ടുപേർക്കും അതിനുള്ള ധൈര്യം കൂടിയില്ല. പരസ്പരം ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ മടിച്ചു നിൽക്കുന്ന രണ്ടുപേരെയും വെച്ച് നമ്മൾ എന്ത് ചെയ്യാനെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി പക്ഷേ എന്ന് ടെൻഷനോടെ നിധി പറഞ്ഞു നിർത്തുമ്പോൾ, ഇയാൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പക്ഷയുണ്ട്, അതെന്താണെന്ന് കൂടി പറ, ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് സുധീഷും. മനസ്സിനൊരു വിഷമം പോലെ എന്ന് നിധി പറയുമ്പോൾ, നിധി ഈ വിഷമത്തോടെ വീട്ടിൽ പോയി കിടന്നുറങ്ങല്ലേ, ഉറക്കം വരില്ലെന്ന് സുധീഷ്. അതിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലില്ലല്ലോ എന്ന് നിധി. ഇല്ലടോന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഓക്കെ എന്ന് പറഞ്ഞ് നിധിയും കാറിനകത്തോട്ട് കയറുകയാണ്. സുധീഷും കാറിനകത്തേക്ക് കയറി അവർ കാർ എടുത്ത് പോവുകയാണ്. പിറ്റേ ദിവസം അമ്പലത്തിലെത്തിയ നിധി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു ആലിഞ്ചുവട്ടിലിരിക്കുമ്പോഴാണ് സുനന്ദയും അങ്ങോട്ടെത്തുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞ സുനന്ദ ആൽത്തറയിലിരിക്കുന്ന നിധിയെ കണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അമ്മ വന്നില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് സുനന്ദ പറയുമ്പോഴേക്കും ശരി പോയി തൊഴുതിട്ട് വായെന്ന് നിധിയും. സുനന്ദയും അവളുടെ അരികിലേക്ക് ഇരുന്ന്, ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വരരുതായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോ, നീ എപ്പോഴും പറയുന്നതല്ലേ ഇത്, വരരുതായിരുന്നു, മിണ്ടരുതായിരുന്നു, നിന്നെ കൊണ്ട് വരാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ സുനന്ദേ എന്ന് നിധി ചോദിക്കുക. സുഭാഷേട്ടൻ എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി നിധി. ഇതുവരെ സുഭാഷേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാം ഇട്ടെറിഞ്ഞ് സുഭാഷേട്ടന്റെ കൂടെ പോയി ജീവിച്ചാലോന്ന് ചിലപ്പോ തോന്നും. പക്ഷെ അതിനുള്ള ധൈര്യവും വരുന്നില്ല. ഈ കല്യാണം അടുക്കുംതോറും ഉള്ളിലെ പേടി കൂടി വരിക. ആ ചെറുക്കനിപ്പോ ഇടയ്ക്കിടെ വിളിക്കാറൊക്കെയുണ്ട്. എന്തു പറയണമെന്നോ സംസാരിക്കണമെന്നോ എനിക്കറിയില്ല. വീട്ടിലെല്ലാവരും കല്യാണം ഏർപ്പാടാക്കുന്നതിന്റെ സന്തോഷത്തിൽ എനിക്ക് എന്നെ കൊല്ലം കൊടുക്കുന്ന പോലെയാ തോന്നുന്നത്. അത് മനസ്സിലുള്ളോണ്ടാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടി വരാൻ തോന്നുന്നത്. കണ്ണടച്ച മുന്നിൽ തെളിയുന്നത് സുഭാഷേട്ടന്റെ രൂപമാണ്. സുഭാഷേട്ടനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ അതിനോടുള്ള മോഹം കൂടില്ലേ, അത് നമ്മളെ വിട്ടുപോകരുതെന്ന് ഉള്ളിൽ കിടന്ന് തുടിക്കില്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലാ ഞാനിപ്പോ. സുഭാഷേട്ടനും അച്ഛനും എന്നോട് അങ്ങോട്ട് കടക്കരുതെന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചു. ഇനി ഒരിക്കലും അങ്ങോട്ട് വരില്ലെന്ന് ഉറപ്പിച്ച് പോയി കിടന്നുറങ്ങി. പക്ഷേ രാവിലെ എണീറ്റതും നേരെ അങ്ങോട്ട് വരാനാ തോന്നിയത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് സങ്കടത്തോടെ സുനന്ദ ചോദിക്കുക. സുനന്ദേ, ഇത് നിന്റെ ജീവിതമാ, ഇവിടെ എന്ത് ചെയ്യണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത് എന്ന് നിധി പറയുമ്പോ, നിന്നെ പോലെ തീരുമാനമെടുക്കാനുള്ള ധൈര്യം എനിക്കില്ല നിധി. എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് കേൾക്കാനുള്ള ആളുകളും എന്റെ വീട്ടിലില്ല എന്ന് സുനന്ദ സങ്കടത്തോടെ പറയുമ്പോൾ, ഇങ്ങനൊരവസ്ഥയിലായിരുന്നു ഞാനും. നിന്റെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ നിൽക്കട്ടെ, നിനക്കെന്ത് വേണം? നിന്റെ ജീവിതത്തിന് എന്താണ് ശരിയെന്ന് തീരുമാനിച്ച് നീ തന്നെ ഒരു തീരുമാനത്തിലെത്തണം എന്ന് നിധി പറയുമ്പോഴേക്കും സുനന്ദയും കണ്ണീരെല്ലാം തുടച്ചോണ്ട്, എനിക്ക് സുഭാഷേട്ടന്റെ കൂടെ ജീവിക്കണമെന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുനന്ദയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് അമ്പലത്തിൽ വെച്ച് താലി കെട്ടാനായി സുഭാഷേട്ടനെ നിധിയും കൂട്ടരും പ്രേരിപ്പിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.